ഇറാനി ദീനുബാബുവിന് ഗാർഡായിരുന്നു. അതൊക്കെ വിധി, തലയിലെഴുത്ത്. പക്ഷേ സൂക്ഷിച്ചു നടന്നാൽ ആപത്തു വരില്ല. ഭവാനി ചേട്ടന്റെ നേർക്കും നക്സലുകൾ കുറച്ചെങ്ങാനുമാണോ ആക്രമിച്ചത്? ശരിയാണ്, ഞാൻ പോകുന്നു. സൂക്ഷിച്ചു നടന്നാൽ ആപത്ത് ആർക്ക് എപ്പോൾ വരുന്നു എന്നാരറിയുന്നു? ഇന്ന് രേവ പെട്ടെന്നിറങ്ങിപ്പോയതിനാലാണ് ശ്യാമളിന്റെ, ചമ്പകന്റെ എല്ലാം ഓർമ്മ തപന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ജയിലിൽ പോലീസിന്റെ അടികൊണ്ട് ചമ്പകന്റെ തോളെല്ല് ഒടിഞ്ഞിരുന്നു. ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയില്ല, ചികിത്സ ചെയ്തില്ല. ഇടതുകൈ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ടൗണിൽ വന്ന ശേഷവും പ്രസ് തൊഴിലാളികളുടെ യൂണിയൻ നടത്തി. ദിവസം 10 രൂപ കൂലി കിട്ടണമെന്ന ആവശ്യവുമായാണ് അവർ പണിമുടക്ക് നടത്തിയത്. വീട്ടിലേക്ക് പോകും വഴി ചമ്പകനെ മലയൻ തന്നെയാണോ കൊന്നത്? ചമ്പകന്റെ ശവവും കൊണ്ട് ചെറുതാണെങ്കിലും ബഹുമാനപൂർവമായ ഒരു ശ്മശാന യാത്ര നടന്നു. ദേഹം ചുവന്ന തുണികൊണ്ട് മൂടിയിരുന്നു. ടൗണിലുള്ള ചെറുതും വലുതുമായ 11 പ്രസ്സുകളിലെ തൊഴിലാളികൾ, ശ്യാമൾ, സൗരഭ് എന്നിവരടങ്ങിയ വിലാപയാത്ര. തപൻ വളരെ ദൂരെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഈ ടൗണിലെ ഏതാനും പിള്ളേരെ പോലീസ് പിടിച്ചു. അവരിൽ ഒരുവനായ കാജൽ അതേ സമയത്ത് ഉത്തരവംഗത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. കാജലിന്റെ വീട്ടുകാർ ടൗൺ വിട്ട് എവിടേക്കോ പോയി. കാജലിന്റെ അനുജത്തി ഗൗരിയും ജയിലിൽ കിടന്നിട്ടുണ്ട്. അവൾ ഇപ്പോൾ കൽക്കത്തയിലെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടത്രേ. സ്വാതി ചമ്പകനെ വിവാഹം കഴിക്കാൻ വിചാരിച്ചിരുന്നു. പിന്നീട് സൗരഭിനെ വിവാഹം ചെയ്തു. അവർ രണ്ടുപേരും ചേർന്ന് കൽക്കത്തയിൽ ചെറിയൊരു പരസ്യ കമ്പനി തുടങ്ങി. പിന്നെയുണ്ടായിരുന്നത് ശ്യാമൾ. അവനും പോയി. തപൻ എന്തിനവരെപ്പറ്റി ചിന്തിക്കുന്നു? വെറുമൊരു വാടകയ്ക്ക് പണിയെടുക്കുന്ന ഗുണ്ട. വാടകയ്ക്ക് കൊല ചെയ്യുന്ന കൊലയാളി എന്തിനവരെക്കുറിച്ച് ചിന്തിക്കണം? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ശ്യാമൾ രേവയെ വിവാഹം കഴിച്ചുവല്ലോ. അതാണ് അതിശയം. വേണമെങ്കിൽ രേവ രക്ഷപ്പെടും, വേണ്ട പോലെ ജീവിക്കും, ആരോഗ്യകരമായ ജീവിതം നയിച്ചേക്കും. വീട്ടിൽ അമ്മ ഭക്ഷണവും വെച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചു, വെറും ഒരു പച്ചക്കറി കൂട്ടാനും വഴുതിനങ്ങ ചുട്ടതുമേയുള്ളൂ, നിനക്കത് മതിയോ? ആർക്ക്? എനിക്കോ? ധാരാളം മതി. അമ്മ ഇങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കേണ്ട. അമ്മേ, പോകൂ, പോയി കിടന്നോളൂ. വീട്ടിലെ താമസം മാറ്റണം. ഇവിടെ താമസിച്ച് അമ്മയെ എപ്പോഴും ഉത്കണ്ഠയിൽ കഴിയാൻ വിടുന്നത് ശരിയല്ല. തപനിവിടെ വരാതിരുന്നാലും താമസിക്കാതിരുന്നാലും അമ്മ സുഖു ബുക്കുവിന്റെ കൂടെ വേണ്ടത്ര അടുപ്പത്തിലെത്തി സുഖമായി ജീവിച്ചോളും. ഇന്നു രാത്രി തപൻ രേവയുടെ ആയിരുന്ന മുറിയിലാണ് ഉറങ്ങിയത്. വളരെ വൃത്തിയായി ഒതുക്കി വച്ചിരിക്കുന്ന മുറി. എല്ലാം അതതിന്റെ സ്ഥാനത്ത്. ബുക്ക് ഷെൽഫിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, ഇംഗ്ലീഷ് ഗ്രാമർ എന്നീ പുസ്തകങ്ങൾ. രേവ പഠിച്ചിരുന്നു. സ്കൂളിൽ പോയി പഠിക്കാനായില്ലല്ലോ. വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതണമെന്ന് മോഹമുണ്ടായിരുന്നു. അവൻ രവയെ പഠിപ്പിക്കും. ശ്യാമളിന്റെ പ്രോത്സാഹനമുണ്ടാവും. ഈ ടൈലറിങ്ങിന്റെ പുസ്തകങ്ങളോ? അതു പഠിക്കാൻ പോയിരുന്നു. ബ്ലൗസ് തുന്നാൻ പഠിച്ചോ? ഒരു മെഷീൻ കിട്ടിയാൽ എനിക്കൊരു വരുമാനമായേനെ എന്നവൾ പറയാറുണ്ട്. ഞാനും അതുതന്നെ പറഞ്ഞു. തപൻ ഇക്കഥകളൊന്നും അറിയാറില്ല. രേവ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ? സംസാരിക്കയില്ലേ? കുഞ്ഞിലെ കാണുന്നത് ഞാൻ എല്ലുമുറിയെ പണിയുന്നതല്ലേ. എനിക്കും കുറച്ചുകൂടി പഠിപ്പുണ്ടായിരുന്നെങ്കിൽ നഴ്സിന്റെ ജോലിക്ക് പോകാമായിരുന്നു. പെൺകുട്ടികൾ ജോലിയെടുത്ത് കഴിയുക, അതിലും നല്ല കാര്യം മറ്റെന്തുണ്ട്? എത്ര രോഗികളെ പരിചരിച്ചു. അമ്മയുടെ ജോലിയെപ്പറ്റി തപൻ അത്രയ്ക്ക് വില കൽപ്പിക്കാറില്ല. അമ്മയ്ക്ക് തന്റെ ജോലിയെക്കുറിച്ച് ഇത്രത്തോളം അഭിമാന ബോധമുണ്ടെന്നും തപൻ അറിയില്ലായിരുന്നു. അമ്മയ്ക്ക് തയ്യൽ മെഷീനിൽ തുന്നാൻ അറിയോ? എനിക്കെങ്ങനെ അറിയാൻ? വാങ്ങണമെന്ന് മോഹമുണ്ടായിരുന്നു. അന്നൊന്നും സാധിച്ചില്ല. ഇനിയിപ്പോൾ ജീവിതം തന്നെ തീരാറായി. കണ്ണിനും മങ്ങലായി. ആശീസ് ബാബുവിനെ ഒന്ന് കാണിച്ചാലോ അമ്മേ? അത്ര വലിയ ഡോക്ടറെയോ? ആസ്പത്രിയിൽ പോയി? ആസ്പത്രിയിൽ വേണ്ട മെഷീനൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോകാം. പിന്നെ അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? ഒന്നും വേണ്ട തപൻ. അവർ സുഖമായി കഴിയും. അറിയാം, നീയും നല്ല പോലെ കഴിഞ്ഞാൽ മതി. ഞാൻ നല്ല പോലെ തന്നെ കഴിയാം അമ്മേ. ഇല്ല, ഇവിടെ നിന്ന് പോകണം. അമ്മയുടെ ബാക്കി കാലമെങ്കിലും ശാന്തിയോടെ ജീവിക്കട്ടെ. തപൻ. എന്താ? വല്ല ബിസിനസ്സോ മറ്റോ ചെയ്ത്? ഇനി സാധ്യമല്ല അമ്മേ. ഞാൻ നശിച്ചു കഴിഞ്ഞു.
അമ്മ എന്നോടൊന്നും ചോദിച്ചേക്കരുത്. അടുത്ത ദിവസം വണ്ടിയിൽ കയറുന്നേരം തപൻ വിചാരിച്ചു, ടൈഗറിനിപ്പോൾ തൻ്റെ നേർക്കൊരു പ്രത്യേക ബഹുമാനമാണ്. എവിടേക്ക് പോകുമ്പോഴും വഴിക്ക് 100 തവണ തപൻ ചേട്ടാ ചായ കുടിക്കണോ എന്ന ചോദ്യമാണ്. അങ്ങനെ തന്നെ ഇപ്പോഴും. ഭവാനി ബാബുവിൻ്റെ വീട് ഗോപാൽ ബാനർജി റോഡിലാണ്. 3 നില വീട്, പഴയ തരത്തിൽ പണിതത്. മുകളിലത്തെ വരാന്തയിൽ ഓടുകൊണ്ട് ഷേഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗേറ്റ് കടന്നാൽ ഒരു ചെറിയ പൂന്തോട്ടം. വീട്ടിലേക്ക് കടക്കുന്നിടത്ത് കാവൽക്കാരൻ. കൊളാപ്സിബിൾ ഗേറ്റ്, ടൈഗർ പതുക്കെ പറഞ്ഞു. ബന്ദവസ് കടുത്തതാണ്. മുകളിൽ ബെല്ലമർത്തിയാൽ ഓരോ മുറിയിലും ബെല്ലടിക്കും. വളരെ സൂക്ഷിച്ച് കഴിയണം, അല്ലെങ്കിൽ നടപ്പില്ല. ഗേറ്റിന്റെ മുമ്പിൽ കാവൽക്കാരൻ. അവരെ കൊണ്ടുവന്ന മുറിയിലെ ജനാലകൾക്കെല്ലാം ലോഹവല. ജനാലയുടെ ചില്ലിന്റെ നിറം നീല. വലിയ മുറിയാണ്. ഒരു കോണിൽ മേശയും കസേരകളും സോഫകളുമുണ്ട്. ടൈഗർ പറഞ്ഞു, ഭവാനി ബാബുവിന്റെ സ്വന്തം കസേര മുകളിലാണ്. ചെരുപ്പിന്റെ ഒച്ച വെപ്പിച്ചുകൊണ്ട് ഭവാനി ബാബു ഇറങ്ങി വന്നു പറഞ്ഞു, എന്താ ഇവിടെ? മുകളിലേക്ക് പോകാം. മുകളിലത്തെ നില എൻ്റെ, അതിനും മുകളിലത്തെ നില ചേട്ടത്തി അമ്മയുടെ ലോകമാണ്. മുകളിലെ അലങ്കാരങ്ങളും താഴത്തേതുപോലെ കതകിൽ കൊളാപ്സിബിൾ പടി വച്ചിരിക്കുന്നു. മുറിയുടെ ചുമരിനരികിൽ അടുത്തടുത്തായി ലോക്കറുകൾ. എങ്ങനെയുണ്ട് തപൻ? നല്ലതു തന്നെ. വിധിയാണ്. എല്ലാം ഭാഗ്യം തന്നെ, ഭാഗ്യം. അറിയാമോ, റേസിന്റെ ലഹരി എല്ലാം ഒടുക്കുന്ന ലഹരിയാണ്. റേസിന്റെ മൈതാനത്തിൽ എല്ലാം നശിച്ച ഒരാളുടെ മകൻ ഈ സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു. 4 സെന്റ് നിലം, അതിൽ 3 നില കെട്ടിടം. എല്ലാം അവൻ എൻ്റെ അടുത്ത് 20 കൊല്ലം മുമ്പ് പണയം വെച്ചു. അവൻ ഇതൊന്നും വിടുവിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. കുതിരയുടെ വാലു പിടിച്ചോടി ഓടി. കൽക്കത്തയിലെ 2 വീട്, ഫിലിം ബിസിനസ് എല്ലാം തുലച്ചു. ഈ ലോകത്തിലേക്ക് വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നു. എല്ലാം പറയാം. ആദ്യം എൻ്റെ തോട്ടം നോക്ക്. ചെമ്പരത്തി, ജണ്ടുമല്ലി, നന്ദ്യാർവട്ടം, കാശിത്തുമ്പ, അരളി, പവിഴമല്ലി, പാരിജാതം, കൂവളം, എന്താണില്ലാത്തത്? മുകളിൽ മട്ടുപ്പാവിലാണ് പൂജാമുറി. ചേട്ടത്തിയമ്മ ലക്ഷ്മി ജനാർദ്ദനനെ അതിൽ പ്രതിഷ്ഠിച്ചു. പൂജയ്ക്ക് വേണ്ട പൂക്കളാണിതെല്ലാം. ടൗണിലെ വീട്ടിൽ ഒരു കാലത്ത് ദുർഗാപൂജയും ഉണ്ടായിരുന്നു. അത് എൻ്റെ അച്ഛൻ്റെ കാലത്ത്. ഇപ്പോൾ എന്താ? ഇതേപോലെയൊക്കെ. 2 വേലക്കാരികൾ പലഹാരങ്ങളുടെ കിണ്ണവുമായി വന്നു. കൂടെ ചേട്ടത്തിയമ്മയുണ്ട്. ടൈഗർ പറഞ്ഞത് ഇവർ ലൈനിലെ പെണ്ണായിരുന്നു എന്നല്ലേ? ഇവർ ഒരു നടിയായിരുന്നു എന്നാണ് തപന് തോന്നിയത്. നല്ല വെളുത്ത നിറം, പ്ലഗ് ചെയ്ത പുരികം, ഡൈ ചെയ്ത മുടി, അലിയുന്ന വെണ്ണ പോലെയുള്ള ശരീരം. ഇത്തിരി എന്തെങ്കിലും കഴിക്കൂ. പൂരി, മസാലക്കറി, പായസം, മധുര പലഹാരം. ഇത്രയധികം? എല്ലാം എൻ്റെ ഭഗവാന്റെ നിവേദ്യമാണ്. ഉച്ചയ്ക്കും സസ്യാഹാരം തന്നെ. ഈ വീട്ടിൽ മാംസാഹാരം കടത്തുക പോലുമില്ല. ഈ അനുജൻ പുറത്ത് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ കഴിക്കും. താരക, കഴിക്ക്. ഇയാളുടെ പേര് അറിഞ്ഞില്ലല്ലോ. അവൻ്റെ പേര് തപൻ. ഹായ്, എന്തു മുഖം! മകളുടെ ഭർത്താവാക്കാൻ തോന്നുന്നു. 2 പേരല്ലാതെ ഇനി മകളുമില്ല. അവരുടെ ഭർത്താക്കന്മാരും രാജകുമാരന്മാർ തന്നെയാണ്. കാണിച്ചു തരാം, ഫോട്ടോ കാണിച്ചു തരാം. ഭവാനി ബാബു പറഞ്ഞു, കഴിക്കിൻ, പണിയുണ്ട്. താങ്കൾ കഴിക്കുന്നില്ലേ? രാവിലെ സുധീർ ബാബുവിൻ്റെ കൂടെ കഴിച്ചതാണ്. പൂരി കുറച്ചും കൂടി കൊണ്ടുവരട്ടെ? വേണ്ട, ഇനി വയ്യ. നിങ്ങളുടെ വയസ്സിൽ ഈ അനിയൻ. ഇപ്പോൾ ആരും അത്ര കഴിക്കില്ല. എന്താ, വല്ലതും കഴിച്ചോ? ഞാനോ? ഇപ്പോഴോ? രാവിലെ പാലും കൽക്കണ്ടവുമല്ലാതെ ഞാൻ എന്തെങ്കിലും കഴിക്കാറുണ്ടോ? ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് തിന്ന് ഈ സ്ഥിതിയിലായി. മകൾ എന്നെ മസൂറി മലയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ എനിക്ക് നടക്കാൻ തന്നെ കഴിയാതായി. ഭവാനി ബാബു പറഞ്ഞു, കുറച്ച് യോഗാഭ്യാസവും വ്യായാമവും ഒക്കെ ചെയ്യണം. ഒന്നും വേണ്ട, ഈ പ്രായത്തിലാണിനി വ്യായാമം. തടിക്കുന്ന പ്രകൃതി തടി വെച്ചു. വെറുതെ കഷ്ടപ്പെട്ടിട്ട് എന്തു വേണം? കുറേശ്ശെ അനങ്ങി പണിയെടുക്കുക, ദേഹം അനങ്ങട്ടെ. എൻ്റെ ഈശ്വര, ഈ ജന്മത്തിൽ വീട് പണി ചെയ്തിട്ടില്ല. എനിക്ക് വയ്യ. അനങ്ങിക്കൊണ്ടു തന്നെ ഇരിക്കുകയാണ്. എന്നും പുറത്തു പോകുന്നു, സിനിമ കാണാൻ പോകും. അത് വീട്ടിലിരുന്നാൽ സാധിക്കുമോ? നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവർ, നിങ്ങൾ ജോലി ചെയ്യുവിൻ. എൻ്റെ കാര്യം വിട്ടേക്കിൻ. എന്തോ ഈ സ്ത്രീയെ നല്ല പരിചയമുള്ളതുപോലെ തപന് തോന്നി. ശരിക്ക് ഓർമ്മ വരുന്നില്ല. എണീക്കട്ടെ, നിങ്ങൾക്ക് കാര്യമായ എന്തെങ്കിലും പറയാനുണ്ടാവും. നിങ്ങൾ അത് സംസാരിച്ചു കൊണ്ടിരിക്കൻ. നോക്കൂ, ഇവിടെ സസ്യാഹാരമാണേ. അതുകൊണ്ട് വിഷമമാവില്ലല്ലോ.
ഇല്ലില്ല, എന്ത് വിഷമം? നീ ഇവിടെ പല പ്രാവശ്യം ഉണ്ടിട്ടുണ്ടല്ലോ താരക. ഞാൻ ഈ ആളോട് പറയുകയാണ്. ഇല്ല, വിഷമമാവില്ല. നല്ല ദേഹം. വീട്ടിലെല്ലാവരുമുണ്ടോ? ഭവാനി ബാബു പറഞ്ഞു. അവിടെ ചെന്ന് വേണ്ടത് നോക്കൂ. ഞങ്ങൾക്കിവിടെ കുറച്ച് കാര്യമായി സംസാരിക്കാനുണ്ട്. അത് പിന്നെ ഉണ്ടാവില്ലേ? ജോലിയും കാര്യങ്ങളുമില്ലെങ്കിൽ പിന്നെ ആണുങ്ങളുടെ ജീവിതത്തിൽ എന്താണുള്ളത്? പറയിൻ. ഭവാനി ബാബുവിന്റെ രേണുചേട്ടത്തി അമ്മ ഗജേന്ദ്രഗമനത്തിൽ നടന്നകന്നു. തപൻ ഓർമ്മ വന്നു. ടൈഗറിന്റെ സഹോദരിയുടെ ഭർത്താവിന് ഓഹരിയുള്ള ഗാരേജിൽ നിന്ന് ഭവാനി ബാബുവിന്റെ വണ്ടികളും വാടകയ്ക്കോടുന്നുണ്ട്. അവിടെ വച്ചാണ് ഒരു ദിവസം ഇവരെ കാറിലിരിക്കുന്നതായി കണ്ടത്. കറുത്ത കണ്ണട ധരിച്ചിരുന്നു. കഥ കടച്ചേക്ക് ടൈഗർ. തപനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. തപൻ, എന്താ ഇത്ര ഗൗരവത്തിൽ?